നമസ്കാരം. CCTVയുടെ ജനവിധി 2025 തത്സമയ സംവാദ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുന്നംകുളം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും ആ നഗരസഭയിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുമാണ് CCTV ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കുന്നംകുളം നഗരസഭ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ വാണിജ്യ നഗരങ്ങളിലൊന്നാണ് കുന്നംകുളം. വളരെ പുരാതനമായ കച്ചവട സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം കൂടിയാണ് കുന്നംകുളം. ഈ കുന്നംകുളത്ത് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി LDF CPM ആണ് ഭരണം നടത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു വനിത തുടർച്ചയായി 10 വർഷക്കാലം ഒരു നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുന്ന സവിശേഷതയും കുന്നംകുളം നഗരസഭയ്ക്കുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നഗരസഭ അധികൃതർ അവകാശപ്പെടുമ്പോഴും അതിൻ്റെ വിമർശനങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഈ വേദിയെ സമ്പുഷ്ടമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ബിജു സി ബേബി, BJPയുടെ നേതാവ് KK മുരളി, RMPIയുടെ നേതാവ് ബീന രവി തുടങ്ങിയവരാണ്. ഈ ചർച്ചയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കുന്നംകുളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ 37 വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 2 വാർഡുകൾ കൂട്ടിച്ചേർത്ത് 39 വാർഡുകളാണ് നിലവിലുള്ളത്. CPMന് 18 പേരും കോൺഗ്രസ്സിന് 7 പേരും BJPക്ക് 8 പേരും RMPക്ക് 3 പേരും അടങ്ങുന്ന ഒരു നഗരസഭ ഭരണസമിതിയാണ്. കേവല ഭൂരിപക്ഷം ഒരു അംഗത്തിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിനാണ് ഇന്ന് കഴിഞ്ഞ 5 വർഷക്കാലം കുന്നംകുളം നഗരസഭയിൽ LDF CPM ഭരണം നടത്തിയിരുന്നത്. ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ പോവുകയാണ്. ചർച്ചയിൽ ആദ്യമായി പങ്കെടുക്കുന്നത് 10 വർഷക്കാലം നഗരസഭയുടെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് കുന്നംകുളം നഗരസഭയെ സംബന്ധിച്ച് CCTV തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പറയാൻ ഏറെ രാഷ്ട്രീയ കഥയുള്ള കുന്നംകുളം നഗരസഭ വിവിധതരം കച്ചവടക്കാരുടെ കച്ചവട സ്വപ്നങ്ങളുടെ ലോകമാണ്. LDF, UDF, BJP കൂടാതെ RMPയും സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും പേരുകേട്ട നാടാണ് കുന്നംകുളം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൂരം നടക്കുന്നത് കുന്നംകുളം മേഖലയിലാണ്. മതസൗഹാർദ്ദത്തോടെയാണ് എല്ലാ ജാതി മതസ്ഥരും ആഘോഷങ്ങളെ വരവേൽക്കുന്നത്. പഴയ പ്രതാപം ഇല്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്നും കുന്നംകുളത്ത് നിന്ന് നോട്ട് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കയറ്റി അയക്കുന്നുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കുന്നംകുളം നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല, അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന കുറുക്കൻപാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കുന്നംകുളത്തിന്റെ അഭിമാന നേട്ടങ്ങളിൽ ഒന്നാണ്. 95 കോടി രൂപ ചിലവിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെയും താലൂക്ക് ഓഫീസിന്റെയും നിർമ്മാണം പാതി പിന്നിട്ട് കഴിഞ്ഞു. വർഷങ്ങളായി UDFന്റെ കുത്തകയായിരുന്നു കുന്നംകുളം നഗരസഭ എങ്കിൽ കഴിഞ്ഞ 2 തവണയായി LDF ആണ് തുടർഭരണം നടത്തുന്നത്. LDFനും UDFനും BJPക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുന്നംകുളം. ആദ്യ തവണ LDFന്റെ പ്രധാന പ്രതിപക്ഷം UDF ആയിരുന്നെങ്കിൽ 2ാം തവണ വിജയിച്ചപ്പോൾ 8 സീറ്റ് നേടി BJPയാണ് CPMന്റെ പ്രധാന പ്രതിപക്ഷം. UDF 7 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ആകെയുള്ള 37 സീറ്റിൽ 18 LDFും 3 RMPയും ഒരു LDF അനുകൂല സ്വതന്ത്രനുമാണ് നിലവിലുള്ളത്. തുടർച്ചയായി 2ാം തവണയും LDFിലെ സീതാ രവീന്ദ്രനാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സർക്കാരിന്റെ കൂടെ സഹകരണത്തോടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയത് എന്ന് കഴിഞ്ഞ ടൈമിൽ ചെയർപേഴ്സണായിരുന്ന സീതാ രവീന്ദ്രൻ പറഞ്ഞു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,20,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അനക്സ് നിർമ്മിക്കുന്നു. നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് ഏറ്റവും ആധുനിക രീതിയിൽ അത് നവീകരിച്ചു. MLA വഴിക്ക് കുന്നംകുളത്ത് ഒരുപാട് വികസനങ്ങൾ നടത്തി. കായിക രംഗത്ത് വലിയ കുതിച്ചുകയറ്റാണ് ഉണ്ടായിട്ടുള്ളത്. സ്പോർട്സ് ഡിവിഷൻ വരികയും സ്പോർട്സിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ സീനിയർ ഗ്രൗണ്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ ദിവസവും അവിടെ
സ്പോർട്സ് മത്സരങ്ങൾ നടക്കുക. 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് താലൂക്ക് എന്ന സ്വപ്നം ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ സാധ്യമായത്. 23 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് താലൂക്ക് മന്ദിരം പണി കഴിഞ്ഞ് ജനുവരിയിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുക. അതുപോലെ താലൂക്ക് ആശുപത്രി 7 നിലകളിലുള്ള 96 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കുന്നംകുളത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കെട്ടിടമായിരിക്കും അത്. മനോഹരമായ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചാട്ടുകളും ഞങ്ങൾ വാക്കുകൊണ്ട് പറയുക എന്നുള്ളതല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചുകൊണ്ടാണ് പരിപാടി ഇറങ്ങുന്നത്. സ്പർദ്ധയില്ലാതെ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അതിലേറെ ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നതും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനമുള്ള കാര്യങ്ങളാണ്. നിലവിലെ ഭരണസമിതി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള വികസനം നടത്തിയതായി തങ്ങൾക്കറിയില്ല എന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായിരുന്ന KK മുരളി പറഞ്ഞു. കുന്നംകുളം നഗരസഭ ഭരിക്കുന്ന സീതാരവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ചില പദ്ധതികൾ, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പദ്ധതികൾ ഈ കൗൺസിലിൻ്റെ കാലത്തും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 10 കൊല്ലത്തെ വർഷമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി ഇതുവരെയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഏതൊരു സാധാരണ ജനങ്ങളും ആശ്രയിക്കുന്നത് നഗരസഭയെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിനെ ആശ്രയിക്കുന്നത് ഒന്ന് വെള്ളത്തിൻ്റെ കാര്യത്തിന്, പിന്നെ വെളിച്ചം, റോഡ്. ഈ 3 കാര്യത്തിലും അമ്പേ പരാജയമായിരുന്നു ഈ കുന്നംകുളം നഗരസഭ. അതിൻ്റെ ഉദാഹരണമാണ് റോഡ്. ഈ കുന്നംകുളം നഗരസഭയുടെ റോഡൊന്ന് നമ്മൾ നോക്കണം എന്തവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ളത്. ഈ കുന്നംകുളം ഉൾനാട്ടിൽ കൂടെ നടന്നാൽ അല്ലെങ്കിൽ നഗരസഭയുടെ വിവിധ വാർഡുകൾ നടന്നാൽ നമുക്കറിയാൻ കഴിയും. അമൃത് 2.0 എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 16 കോടി രൂപ കുന്നംകുളം നഗരസഭയ്ക്ക് കിട്ടി. അതിൻ്റെ ചിലവ്, അതെങ്ങനെ ചിലവഴിച്ചു എന്നുള്ള ബില്ല് ഹാജരാക്കാത്തതിൻ്റെ പേര് ശേഷിക്കുന്നതൊക്കെ ഇതുവരെയും കിട്ടിയിട്ടില്ല. ലൈസൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ യാതൊരു നടയില്ലാണ്ട് മത്സ്യവും മാംസവും വിൽക്കുന്ന കേരളത്തിലെ ഏക പ്രദേശം കുന്നംകുളം മാർക്കറ്റാണ്. തന്നെ അതിദാരിദ്ര്യരെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. ഈ കുന്നംകുളത്ത് മാർഗമില്ലാണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്? അവരൊന്നും ഇവർ ഈ ഭരണസമിതി കാണുന്നില്ല. ഏകദേശം 5.5 ലക്ഷം ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമ്മുടെ ഈ മഞ്ഞക്കാടുകാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അതിദാരിദ്ര്യം കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. അതും കൂടി ഇല്ലാതാവാൻ പോവുകയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ അതാ. കാരണം അതിദാരിദ്ര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ. വർഷങ്ങളായി പ്രഖ്യാപിക്കുന്നതും എന്നാൽ നടപ്പാക്കാത്തതുമായ തുറക്കുളം മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെയുള്ള എങ്ങുമെത്താതെ പോയ പ്രഖ്യാപനങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ LDFനെതിരെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുക. മാത്രമല്ല, പല ഭാഗങ്ങളിലും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകും. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ നേതാക്കൾ അവരുടെ വ്യക്തി താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ചിലർക്ക് സീറ്റ് നൽകിയത് എന്ന ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ കോൺഗ്രസിനെ തന്നെ ചരിത്രത്തിലെ മൃഗീയമായ പരാജയമാണ് കഴിഞ്ഞ തവണ നേരിടേണ്ടി വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് പരാജയം നേരിടാൻ കാരണമായതെന്ന് പാർട്ടി പ്രവർത്തകർ വിലയിരുത്തുന്നു. ഇത്തവണ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തി ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ. ഭരണ തുടർച്ച പ്രതീക്ഷയിൽ മുന്നണികൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങുമ്പോൾ പ്രധാന പ്രതിപക്ഷം ആരാകുമെന്ന ചോദ്യവും പ്രസക്തമാണ്. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിക്ക് മാറ്റം വരുത്താനാകുമോ അതോ വലിയ ഒറ്റകക്ഷി ഭരണം തുടരുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ ഡിസംബർ 13 വരെ കാത്തിരിക്കാം. നമ്മുടെ സംവാദം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനാണ്. 10 വർഷക്കാലം നഗരസഭയുടെ അധ്യക്ഷ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നാണ് വികസന രേഖ സൂചിപ്പിക്കുന്നത്. ഈ സംവാദത്തിലേക്ക് ആദ്യമായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കുന്നംകുളം നഗരസഭയിലെ കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസനമാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം പറയാം ഇത് 5 വർഷത്തെ കാര്യം പറയാൻ. എന്നെ സംബന്ധിച്ച് കുന്നംകുളം നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷവും
ഇടതുപക്ഷമാണ് ഭരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരു തുടർഭരണമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തുടർഭരണത്തിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLA ഫണ്ടും തദ്ദേശ സ്ഥാപനത്തിന് കിട്ടുന്ന പദ്ധതി വിഹിതവും കൃത്യമായി വിനിയോഗിക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും സംസ്ഥാന ഭരണവും അതുപോലെ തന്നെ കേന്ദ്ര ഭരണവും ഒക്കെ നിലനിന്നിരുന്നു. ഒരു ഭരണത്തെ വിലയിരുത്തുന്നത് അതിന് തൊട്ട് മുൻപത്തെ ഭരണത്തെ സംബന്ധിച്ചാണ്. ഒരു ഭരണസമിതിക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതം പോലും 32% മാത്രം വിനിയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 100%, മിക്കവാറും വർഷങ്ങളിലെല്ലാം തന്നെ 100%ത്തിലേക്ക് എത്തിക്കാനും അതിൻ്റെ വികസനം ഇന്ന് കുന്നംകുളത്ത് നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നതാണ്. പുതിയ ബസ് സ്റ്റാൻഡ് കാലങ്ങളായി 10-30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുന്നംകുളത്തൊരു പുതിയ ബസ് സ്റ്റാൻഡ് വന്നത്. ആ ബസ് സ്റ്റാൻഡ് ഇന്ന് ഏറ്റവും അത്യാധുനിക രീതിയിൽ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു പ്രവേശന വഴി അത് ഒരു തടസ്സമായി നിന്നത്, അതുകൂടി അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഭരണസമിതി ഇറങ്ങിപ്പോകുന്നത്. അതേപോലെ മാലിന്യ സംസ്കരണം സംസ്ഥാനത്ത് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ അവരുടെ പഠനത്തിന് വേണ്ടിയുള്ള കിലയിൽ വരുന്ന ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രീൻ ടെക്നോളജി സെൻറ്റർ കൂടി അവിടെ പണി പൂർത്തീകരിക്കുകയും അവിടെ അവർ പഠനം നടത്തുകയും ചെയ്യുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം വെച്ചാൽ ജൈവമാലിന്യം മാത്രമല്ല അജൈവ മാലിന്യവും ഇപ്പോൾ ദ്രവമാലിന്യവും ടോയ്ലറ്റ് മാലിന്യവും സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം കുന്നംകുളം നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെയാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നത്. 1602 കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു. ഇനി ഒരു DPR കൂടി 132 പേർക്കുള്ള വീടിൻ്റെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. കൗൺസിൽ പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഫണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതും കൂടി കൊടുക്കാൻ കഴിയും. അപ്പോൾ നല്ലൊരു രീതിയിൽ ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് രഹിത പട്ടണം എന്ന രീതിയിൽ സുഭിക്ഷ ക്യാൻറ്റീൻ പല സ്ഥലങ്ങളിലും ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും 2018 മുതൽ ഈ സമയം വരെയും 20 രൂപയ്ക്ക് തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് കുന്നംകുളം നഗരസഭയിലുണ്ട്. അതുപോലെ 2 പകൽ വീട്ടിലും ഇന്ന് പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ MLA ഫണ്ട് വഴിക്ക് മാത്രമല്ല നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അതുപോലെയാണ് MLA ഫണ്ട് ഉപയോഗിച്ച് കുന്നംകുളത്ത് കാലങ്ങളായിട്ടുള്ളതാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി 96 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 7 നിലകളിലുള്ള അത്യാധുനികമായിട്ടുള്ള ഒരു ചികിത്സാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ആശുപത്രി നിലവിൽ വരുന്നത്. അത് ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. അതുപോലെ 50 വർഷത്തോളം കാത്തിരുന്നിട്ടുള്ളതാണ് നമ്മുടെ താലൂക്ക് എന്ന സ്വപ്നം. ആ താലൂക്ക് എന്ന സ്വപ്നം പൂവണിഞ്ഞത് തന്നെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 അങ്ങനെ താലൂക്ക് എന്ന സ്വപ്നം പൂവണിയാൻ സാധിച്ചു. അതിന് ആവശ്യമായിട്ടുള്ള കെട്ടിടം 23 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആർത്താറ്റ് അതിൻ്റെ കെട്ടിടം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കായിക മേഖല ഏറ്റവും നല്ല രീതിയിൽ ഒരുപക്ഷെ കുന്നംകുളം കായിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം കളിച്ചു വളരുന്നതിന് വേണ്ടിയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ മാസം ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്തെ ഡിസംബർ വെക്കേഷനിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും അവർക്ക് കായിക താരങ്ങൾക്ക് മെഡൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ അത്രമാത്രം കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കായിക രംഗം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് കുന്നംകുളം. അത് മറ്റെല്ലാ മേഖലകൾക്കും ഒരു ഉണർവ് നൽകുന്നതാണ്. കാരണം വ്യാവസായിക മേഖലകൾക്കെല്ലാം തന്നെ അത് ഒരു ഉണർവ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജലസംഭരണികൾ സംരക്ഷിക്കുക. അപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് 3 കുളങ്ങളാണ് സംരക്ഷിച്ചിട്ടുള്ളത്. നഗരസഭ 6 കുളങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചാട്ടുകുളം. ഇന്നതൊരു ടൂറിസ്റ്റ് സെൻറ്റർ പോലെ ആയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ രീതിയിലും അവിടെ വന്ന് ആളുകൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും മറ്റും നടത്തുന്നുണ്ട്. അതുപോലെ കുന്നംകുളം നഗരസഭ ഒരു ഓഫീസ് എന്ന രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഏറ്റവും ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഫീസ് സംവിധാനം വന്നത്. ഇന്ന് ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് നല്ല സേവനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവിടെ ഫ്രണ്ട് ഓഫീസ് സൗകര്യം ഒരുക്കി. അതുപോലെ കാലങ്ങളായി ഇടിഞ്ഞു പൊളിഞ്ഞു
കിടന്നിരുന്ന മുസാവിരി ബംഗ്ലാവ് ഏറ്റവും പുരാതന കാലം 1948 മുൻപ് ഉള്ളതാണ്. അത് ഏറ്റവും പഴയ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പുതുക്കി പണിതു. അതുപോലെ തന്നെ ഗാന്ധി പാർക്ക് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളവിടെ ഗാന്ധി പാർക്കും ഇന്ത്യൻ ഭരണഘടനയും ആലേഖനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുന്നംകുളം നഗരസഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുന്നംകുളത്തിൻ്റെ വികസനം എടുത്തു പറയാവുന്ന രീതിയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അംഗൻവാടികളുടെ കാര്യത്തിലായാലും തൊഴിലവസരങ്ങൾ, ഒരുപാട് തൊഴിലവസരങ്ങൾ, 300-ലധികം ചെറുകിട സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിലായിട്ട് കുടുംബശ്രീ വഴിക്കും 8000-ഓളം സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 300 ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 104 ഈ വളം നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ 104 പേര് ഹരിതകർമ്മസേനക്കാർ, വളം ഉണ്ടാക്കുന്നവർ, അതിൻ്റെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നവർ, ചകിരി സംസ്കരണം നടത്തുന്നവരായിട്ട്, അതുകൂടാതെ മറ്റ് പല മേഖലകളിലുമായിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂള് ഇപ്പോൾ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ബോയ്സ് സ്കൂളല്ല, അതിൻ്റെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പഠന സൗകര്യങ്ങളും വർദ്ധിച്ചു. ഇന്ന് ചുറ്റുമതിലും കവാടവുമായപ്പോൾ കുന്നംകുളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗ്രൗണ്ട്, കോച്ചിങ് ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ അസാപ്പ് എന്ന തൊഴിൽ പരിശീലനത്തിന് വേണ്ടി അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യത്തേത് നമ്മുടെ കുന്നംകുളത്താണ് വന്നത്. അത് MLAയുടെ ശ്രമഫലമായിട്ട് അത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം കഴിഞ്ഞ് തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പോൾ അതിനാവശ്യമായ പഠനം ലഭിക്കുന്നതിനും അതുപോലെ വിവിധ ഭാഷകൾ പഠിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അംഗൻവാടികൾ. 48 അംഗൻവാടികളാണ് കുന്നംകുളം നഗരസഭയിൽ ഇന്ന് നിലവിലുള്ളത്. അതിൽ 46 എണ്ണത്തിനും സ്ഥലവും ഇപ്പോൾ 2 എണ്ണത്തിന് കെട്ടിടത്തിന് വേണ്ടിയിട്ട് പൈസ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി 46 എണ്ണത്തിനും പ്രവർത്തിക്കാവുന്ന രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2 അംഗൻവാടിയാണ് ഇപ്പോൾ സ്ഥലമില്ലാതെ ഉള്ള അംഗൻവാടികൾ വാടക കെട്ടിടത്തിൽ. അതിനും നമ്മൾക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള ഫണ്ട് വെച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയിലും വലിയ ഇപ്പോൾ 2 കൃഷിഭവനുകളും ഏറ്റവും നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്ന രീതിയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനും കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് തൻ്റെ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളായി ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചത്. അടുത്തതായി ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ് KK മുരളി വിശദീകരിക്കും. നമസ്കാരം. ഇവിടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ കുറേ കാര്യങ്ങളോട് വിശദീകരിച്ചു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നഗരസഭയിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ ആവർത്തിച്ച് പറയുന്ന ഒരു രീതിയാണ് ചെയർപേഴ്സൺ സ്വീകരിച്ചത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു നഗരസഭയിൽ ധാരാളം നടക്കും. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു 10 വർഷം പഴക്കമുള്ള കെട്ടിടം അതിപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കും, അത് ചിലപ്പോൾ പഴയ ഓടുണ്ട് അതൊക്കെ മാറ്റും. അതുപോലെ തന്നെ അതൊക്കെ ഒരു ദൈനംദിനം, അതൊന്നും വികസനം എന്നാണ് ചെയർപേഴ്സണെ പറയുന്നത്. ഒരു ഭരണകൂടം ഒരു ജനങ്ങൾക്ക് ചെയ്ത എന്തൊക്കെ ക്ഷേമപ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണത്തിൻ്റെ നല്ലതാണോ ചീത്താണോ വിലയിരുത്തുന്നത്. ഞങ്ങൾ ഫ്രണ്ട് ഓഫീസ് നവീകരിച്ചു, അതുപോലെ തന്നെ മുസാവിരി ബംഗ്ലാവ് നവീകരിച്ചു. ഇതൊന്നും ജനങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. ആ ജനങ്ങൾക്ക് ഇതുകൊണ്ട് നേരിട്ട് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയും ഈ ചെയർപേഴ്സൻ്റെ ഭാഗത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കുന്നംകുളത്ത് കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ഇവിടുത്തെ MLA ഒരു ഇടതുപക്ഷക്കാരനാണ്, മന്ത്രിയായിരുന്നു, 10 വർഷം ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ ഭരണപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. ഫണ്ട് വരുന്നതിനോ സാങ്കേതികമായ തടസ്സങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ വളരെ 10 വർഷമായിട്ട് പ്രതിപക്ഷം അത്ര എല്ലാ കാര്യങ്ങൾക്കും അന്ധമായി എതിർക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നില്ല കഴിഞ്ഞ 10 വർഷമായിട്ട് കുന്നംകുളത്ത്. എല്ലാ വികസന കാര്യങ്ങൾക്കും ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ BJPക്കാരാണ്, അല്ലെങ്കിൽ RSകാരാണ്, ഞങ്ങളത് എല്ലായ്പ്പോഴും തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് CPM എന്ന് കരുതി അവർ അന്ധമായി എതിർക്കുന്ന ഒരു സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ വികസന പ്രവർത്തനങ്ങളും വരുമ്പോൾ അതിനൊക്കെ ഞങ്ങൾ അനുകൂലിച്ച
ഒരു നയമായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അയക്കേണ്ടതിന് എല്ലാ അത് കോൺഗ്രസ് ആയാലും RMP ആയാലും എല്ലാ കക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ കുന്നംകുളത്ത് ഏറ്റവും നല്ലൊരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയൊരു നല്ലൊരു അവസരമായിരുന്നു പ്രത്യേകിച്ച് സീതാരവീന്ദ്രൻ എന്ന ചെയർപേഴ്സണെ കിട്ടിയിരുന്നത്. പക്ഷേ അത് അദ്ദേഹം ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അത് വേണ്ടത്ര ഉപയോഗിച്ചില്ല, അതിന് വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുത ഞാൻ നിങ്ങളോട് ആദ്യമായി തന്നെ പറയുകയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അടിസ്ഥാന വികസനമാണെന്ന് റോഡ്, വെള്ളം, വെളിച്ചം എന്നുള്ളത് കാലങ്ങളായിട്ട് കുന്നംകുളത്തെ ബാധിച്ചിരുന്നതാണ് കുടിവെള്ളക്ഷാമം. ഒരു വേനൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ അല്ലെങ്കിൽ ഒരു ജനുവരി മാസം മുതൽ 4 മാസം 5 മാസം ലോറിയിൽ വെള്ളം, ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത്. ഇന്ന് വരെ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഈ കൗൺസിലിൽ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നു തടസ്സം? സാങ്കേതികമാണോ, സാമ്പത്തികമാണോ, മറ്റെന്താണോ? അല്ലല്ലോ. അങ്ങനെയാണ് ചെയർപേഴ്സൺ അത് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും വെള്ളം വണ്ടിക്ക്, നമുക്കറിയാം ഒരു വെള്ളം വണ്ടി ഒരു ദിവസം വരുന്നെങ്കിൽ ആ വീട്ടിലെ കുടുംബങ്ങൾക്ക് അന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ അന്ന് പോലെ കാരണം ഏത് സമയത്താണ് ഈ ലോറി വെള്ളം വരുന്നത് എന്നത് പറയാൻ ഒരു സംവിധാനമൊന്നും പിടിയില്ല കുന്നംകുളം നഗരസഭയിൽ. അപ്പോൾ വരുന്ന സമയത്ത് പിടിക്കാനേ പറ്റൂ, ചിലപ്പോൾ കാലത്ത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഇത്ര കാലം ഇവിടെ ഈ 2 മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കോൺഗ്രസ് ആയിട്ട് CPM ആയിട്ട് ഭരിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുടിക്കാനുള്ള, അതാണ് മനുഷ്യന് ഏറ്റവും വലിയ കാര്യം. വായു കഴിഞ്ഞ മനുഷ്യന് ഏറ്റവും കൂടുതൽ വെള്ളമാണല്ലോ ആവശ്യം. ആ വെള്ളത്തിനെ കൊടുക്കാൻ ഒരു സംവിധാനം കണ്ടെത്താൻ ഈ കൗൺസിലിന് കഴിഞ്ഞില്ല. മാത്രമല്ല ഇതാണ് അമൃത് 2.0 എന്ന് പറഞ്ഞിട്ട് 37 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് വെളിയാങ്കല്ലിൽ വെള്ളം കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ഒരു ശ്രമം നടത്തി. കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു. സംസ്ഥാന സർക്കാരിന് ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും ചെറിയൊരു വിഹിതം അതിലുണ്ടായിരിക്കുക. എന്തായാലും പരിപൂർണ്ണമായിട്ടൊരു 90% കേന്ദ്ര വിഹിതമായിട്ടുള്ളൊരു പദ്ധതിയാണ് അമൃത് 2.0 പദ്ധതി. കഴിഞ്ഞ 3 വർഷമായി അത് ഇവിടെ കുന്നംകുളത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് വരെ വെറുതെ റോട്ടിൽ പൈപ്പ് ഇടാന്നല്ലാണ്ട് ഒരു തുള്ളി വെള്ളം ഇന്നോ പൈപ്പുകളിൽ വന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് തടസ്സം? എല്ലാണ്ട് ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, ഭരണമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് എല്ലാവിധ സൗകര്യം ഇതുണ്ട്. എന്നിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ആ പണി പൂർത്തിയാക്കാൻ പറ്റില്ല. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയർപേഴ്സൺ ചെയ്തത്. ആ പദ്ധതി അവിടെ ഇട്ട് പോയി. ആ പദ്ധതി നടപ്പിലാക്കാണ്ട് അമൃത് 2.0 എന്ന പദ്ധതി ഉപേക്ഷിച്ച് പോയി. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഈ കുന്നംകുളത്തെ ജനങ്ങളെല്ലാവരും വെള്ളം കുടിക്കുന്ന, ശുദ്ധമായ ജലം കുടിക്കാവുന്ന ഒരു പദ്ധതി വന്നപ്പോൾ അതിനെതിരെ അത് വന്നു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്ക് ഗുണം ചെയ്യും, BJP പ്രവർത്തകർക്ക് അത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ BJPക്ക് അത് ഗുണം ചെയ്യുമെന്ന ഒറ്റ കാരണത്താൻ പറഞ്ഞുകൊണ്ട് ആ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ചെയർപേഴ്സൺ ചെയ്ത് മനുഷ്യൻ്റെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ഈ രാഷ്ട്രീയം കലർത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് അനന്തമായ ഒരു വിഷയം, ഇവിടെ സീതേജിക്കാണ് അനന്തമായ രാഷ്ട്രീയ വിരോധം. ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ, നമ്മുടെ സർക്കാരല്ല, കേന്ദ്ര സർക്കാർ പദ്ധതിച്ച് അതിനെ നമ്മൾ അത് നരേന്ദ്രമോദിയാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കുന്നത് വികസനത്തിൻ്റെ പേരിൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയില്ലല്ലോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം ഇനിയിപ്പോൾ റോഡ് എടുത്ത് നോക്കി കഴിഞ്ഞ 10 വർഷമായിട്ട് കുന്നംകുളം നഗരസഭയിൽ എത്ര റോഡ് പോലും ചെയർപേഴ്സൺ ഒന്ന് പറയട്ടെ പുതിയതായിട്ട് നിലവിലുള്ള റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. 10 വർഷമായിട്ട് ഞാൻ എൻ്റെ വാർഡിലപ്പോൾ നിങ്ങളുടെ വാർഡിലൊന്നും പുതിയതായിട്ട് ഒരു റോഡും ടാർ ചെയ്തിട്ടില്ല. നിലവിലുള്ള റോഡുകൾ റീടാറിങ് നടത്തിയിട്ടുണ്ട്. ഓരോ റോഡുകളുടെ അവസ്ഥ ഞാൻ ഈ പറഞ്ഞില്ല, നിങ്ങൾ ഒന്ന് സഞ്ചരിച്ച് നോക്കി നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും. പല റോഡുകളും തകർന്നിട്ടാണ് കിടക്കുന്നത്. റോഡുകൾ ഒരു പുതിയതായിട്ടുള്ള ഒരു 100 മീറ്ററെങ്കിലും ഒരു പുതിയ റോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എത്ര റോഡുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഒരു കാലത്ത് കുന്നംകുളത്ത് എന്തായിരുന്നു വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുന്നംകുളം എത്തിക്കഴിഞ്ഞാൽ അറിയാമായിരുന്നു. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ കുന്നംകുളത്തിൻ്റെ അവസ്ഥ എന്താ? ആകെ ഉള്ളത് MP ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈറ്റ്, ഹലോജൻ ലൈറ്റാണ് ഉള്ളത്, മിനി മാസ്റ്റാണുള്ളത്. ഇന്നൊരു ഇരുട്ട ഒരു ഉറക്കം തൂങ്ങിയ പോലെയാണ് കുന്നംകുളം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ഉറക്കം തൂങ്ങിയൊരവസ്ഥയാണ് ഇന്ന് കുന്നംകുളത്ത് ഉള്ളൊരവസ്ഥ. കുന്നംകുളത്ത് കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലായാലും. പിന്നെ മനുഷ്യന്മാർക്ക് എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ PMAY പദ്ധതി കഴിഞ്ഞ 5 വർഷം നല്ല രീതിയിൽ 1600 വീടുകൾ കൊടുത്തു. ഈ 5 വർഷം വന്നപ്പോൾ ആ പദ്ധതി വേണ്ടാന്നിക്കുക ചെയ്ത്. അത് വന്നു കഴിഞ്ഞാലും പറഞ്ഞു വീടുകൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കാണെങ്കിൽ BJPക്കാണ് ഗുണം, അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി അവർ ഒഴിവാക്കുക ചെയ്ത്. എത്ര പാവപ്പെട്ട കുടുംബങ്ങൾ നമ്മുടെ ഈ കുന്നംകുളത്തുണ്ട്, വീട് പണിയാൻ സൗകര്യമില്ലാണ്ട് അല്ലെങ്കിൽ അതിന് മാർഗ്ഗമില്ലാണ്ട്. ഇത് 100% കേന്ദ്ര സർക്കാർ തരുന്നൊരു പദ്ധതിയാണ് PMAY പദ്ധതി. അതിനെക്കുറിച്ച് ചെയർപേഴ്സൺ അക്ഷരം മിണ്ടുന്നില്ല. എല്ലാം ഞങ്ങൾ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ച് അത് BJP നടപ്പിക്കലും CPM നടക്കും. ജനങ്ങളെ സംബന്ധിച്ചാണ്. ജനങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു പദ്ധതിക്കും ഞങ്ങൾ അനുകൂലിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ചെയർപേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴാ രാഷ്ട്രീയ വിവേചനം വെച്ചിട്ട് ആ PMAY പദ്ധതി നടപ്പിലാക്കിയില്ല. ഇന്നും ഒരു 362 ആൾക്കാർ ലിസ്റ്റ് കുന്നുള്ള ഫയൽ 10 വർഷം ഭരിച്ചിട്ടും 362 ആൾക്കാർ ഇന്നും വീടില്ലാണ്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട് ഇന്നും ആ ലിസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഏത് കാലത്താണ് ഈ ഭരണത്തിന് കഴിയുക? ഇനിയൊരു 5 വർഷം കൂടി വേണമെന്നാണ് അവർ പറയുന്നത് ഈ 362 പേർക്ക് വീട് നൽകണമെങ്കിൽ. വികസന പ്രവർത്തനങ്ങളിൽ നിശിതമായ വിമർശനമാണ് BJPയുടെ നേതാവ് KK മുരളി ഉന്നയിച്ചത്. അടുത്തതായി ഈ ചർച്ചയിൽ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായ ബിജു സി ബേബിയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട
നഗരസഭാ ചെയർപേഴ്സൺ 10 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഇവിടെ സംസാരിച്ചു. ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഭവനരഹിതരായുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനോ ആ വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിനോ ഈ 10 വർഷമായിട്ടും ഈ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായൊരു സംഭവമാണ്. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തില്ല, ഭൂരഹിത ഭവനരഹിതർക്ക് വീട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ PMIയിൽ വീട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഭൂമിയും വീടുമില്ലാത്തവർ. അവരെ ഈ ഭരണസമിതി കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് സത്യത്തിലൊരു വസ്തുത. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ഈ ആധുനിക രീതിയിൽ അറവുശാല നിർമ്മിക്കുക എന്നുള്ളത്. ഞാൻ കൗൺസിലറായി അന്ന് മുതൽ കേട്ടു തുടങ്ങിയതാണ് അറവുശാല നിർമ്മാണത്തെക്കുറിച്ചിട്ട് സംസാരം. ഇതുവരെ അത് പൂർത്തീകരിക്കാൻ ഈ 10 കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് പോലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് DPR തയ്യാറാക്കിയിട്ടുണ്ട്, ഞങ്ങളത് അടുത്ത് പണി തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കുന്നംകുളം പട്ടണം കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അറവുശാലയുടെ വിഷയം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ മലിനജല പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളത്. അതിന് ഒരു സമയത്ത് റാം ബയോളജിക്കൽ എന്ന ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് അവർക്ക് DPR തയ്യാറാക്കാൻ കൊടുത്തു. DPR തയ്യാറാക്കി അവർക്ക് 40 ലക്ഷത്തോളം രൂപ അവർക്ക് കൈമാറി. പക്ഷെ അവരുടെ ആ DPR സർക്കാർ അംഗീകരിക്കാത്ത ഒരു നിലപാടുണ്ടായി. പക്ഷേ നമുക്കതിൽ DPR തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ DPR സർക്കാർ പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ രീതിയിൽ ഒരു DPR തയ്യാറാക്കാനുള്ള ഒരു ബാധ്യത കൂടി ഈ DPR തയ്യാറാക്കുന്ന കമ്പനിക്ക് വേണം എന്നുള്ള ഒരു വ്യവസ്ഥ നമ്മൾ ഈ നഗരസഭ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്ത സംഖ്യ വാങ്ങിച്ച് അവർക്ക് തയ്യാറാക്കാവുന്ന ഒരു DPR തയ്യാറാക്കിയത് നമുക്ക് തന്നു. നമ്മുടെ പട്ടണത്തിന് യോജിച്ച രീതിയിലാണോ അത് തയ്യാറാക്കുന്നത് എന്ന് അവരത് ശ്രദ്ധിക്കുന്നില്ല. അവരത് തയ്യാറാക്കി ഇവർക്ക് കൊടുത്തു, നഗരസഭാ പൈസ അവർക്ക് കൊടുക്കണു, അവരതായിട്ട് വാങ്ങിച്ചു പോകണു. അപ്പോൾ DPR തയ്യാറാക്കാത്തത് കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞു, മനോഹരമായ ബസ് സ്റ്റാൻഡാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതിനോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഫേസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നതിൽ ഈ 3 നിലകളിലായിട്ട് പണിതിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒറ്റ മുറി പോലും വാടകയ്ക്ക് കൊടുക്കുവാൻ ഈ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കൊടുത്താലാണ് നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ 15 കോടിയോളം രൂപ ചിലവാക്കി 9 കോടിയോളം രൂപ ലോൺ എടുത്ത് ഒക്കെയാണ് നമ്മൾ ആ പണി പൂർത്തീകരിച്ചത്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തൊട്ടടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെ വാടകയ്ക്ക് എടുത്ത ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് പോലും നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അടുത്താണ് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് പോസ്റ്റ് വരെ കുഴിച്ചിടലായിട്ടുള്ളൂ. ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. 10 കൊല്ലമായിട്ട് 5 കൊല്ലമായി അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നവരെല്ലാം സ്വന്തമായ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ലൈൻ വലിച്ചിട്ട് അവരവിടെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, അത് അവർക്ക് വൈദ്യുതി കണക്ഷൻ നമ്മൾ എത്തിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ അതിന് തയ്യാറാവുന്ന ആ പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വൈദ്യുതി ആവശ്യമാണ്. ഇവിടെ നഗരസഭയ്ക്ക് വാടകയ്ക്ക് കൊടുക്കൽ മാത്രമല്ലല്ലോ, ഒരു ഹോട്ടലോ അതിലനുബന്ധ ഏതെങ്കിലും ഷോപ്പുകൾ വർക്ക് ചെയ്യണമെങ്കിൽ വൈദ്യുതി വേണം. അപ്പോൾ അവർക്ക് ആ വലിയൊരു നഷ്ടം ഒഴിവാക്കാൻ അവർ സ്വന്തമായി കാശ് ചിലവാക്കിയിട്ടാണ് ഇപ്പോഴും അതിൻ്റെ വൈദ്യുതി കണക്ഷൻ പൂർത്തീകരിച്ചിട്ടില്ല. MLA ഫണ്ട് കൊണ്ട് MLA വലിയ കൊട്ടി കൊഴിച്ചിട്ട് അവിടെ ലിഫ്റ്റ് വെച്ചു വിചാരിച്ചു നമുക്ക് മുകളിലേക്ക് കയറാൻ ലിഫ്റ്റായിന്ന്. ലിഫ്റ്റ് എങ്ങനെയാണ്? വായുവിൽ പോവില്ല. ലിഫ്റ്റ് വേണമെങ്കിൽ അവിടെ കറണ്ട് വേണം, കറണ്ട് കിട്ടിയിട്ടില്ല. അത് വെറുതെ ഒരു ഇരുമ്പലമാരി പോലെ ആ ലിഫ്റ്റ് അവിടെ നിൽക്കുകയാണ്. ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 കൊല്ലമായി അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയാമെന്നുള്ളത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജവഹർ സ്ക്വയർ. ഈ ബാസ്കറ്റ് ബോളിൻ്റെ ഈറ്റിലാണ് കുന്നംകുളത്ത് പലതരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ വന്നു. അതൊക്കെ MLA രീതിയിൽ വന്നതൊക്കെ അവിടെ എടുക്കുന്നു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള
ഏക ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ് നമ്മുടെ ജവഹർ സ്ക്വയറിൻ്റെ മുമ്പിലുള്ള ആ ബാസ്ക്കറ്റ് ബോൾ. ആ കോർട്ടിൻ്റെ സ്ഥിതി എന്താ? അത് നവീകരിച്ച് നമുക്ക് തന്നിട്ട് 10 കൊല്ലമായി. ആ 10 കൊല്ലമായിട്ട് അതിലുണ്ടാകുന്ന ആ പുനർനിർമ്മാണത്തിൽ അപാകത പരിഹരിക്കണമെന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഒന്നും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഈ പഴയ കാലത്തെ നമ്മൾ പറയില്ല FCIയുടെ ഗോഡൗൺ പോലെ അതൊരു ഒരു ഒരു കാറ്റും വെളിച്ചവും കിടക്കാതെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ കിടക്കുകയാണ്. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ളതാണ്. മറ്റുള്ളവരൊന്നും താക്കോല് നഗരസഭയിൽ വയ്ക്കാൻ പറ്റില്ല. നഗരസഭയുടെ സ്വന്തമായിട്ട് ഒരു ലാൻഡ്മാർക്ക് കുന്നംകുളത്ത് എന്ന് അറിയപ്പെടുന്നതാണ് ആ ബാസ്ക്കറ്റ് ജവഹർ സ്ക്വയർ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ട്. അത് പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു നഗരസഭ അവർ കൃത്യമായി ഇന്ന കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തെരുവുനായ പ്രശ്നം, അതിൽ ABC പ്രോഗ്രാം കൃത്യമായി നടപ്പാക്കുന്നതിനൊന്ന് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടത്തി അങ്ങനെ എന്തെങ്കിലും നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? അതൊന്നും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ BPL കുടുംബങ്ങൾ തന്നെ നമ്മൾ ഈ ഹരിതകർമ്മസേനയുടെ അവരുടെ ഒരു മാസം കൊടുക്കുന്ന വരുമാനത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണം. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. നിരന്തരമായ വാർഡ് സഭകളിൽ നിന്ന് വന്ന നിർദ്ദേശം അത് അംഗീകരിക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. അതെങ്ങനെ കൂട്ടാമെന്നുള്ളതിനെ കുറിച്ചിട്ടല്ലാതെ സാധാരണക്കാരന് അതിന്ന് പൈസ കുറച്ച് കൊടുക്കാനോ BPL കുടുംബങ്ങളെ ഒന്ന് ഒഴിവാക്കാനോ നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുപോലെ നമുക്കറിയാം ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യമാണ് ഈ അമൃത കുടിവെള്ള പദ്ധതി. അമൃത കുടിവെള്ള പദ്ധതി ഒരു ബഡ്ജറ്റിൽ വെള്ളിയാങ്കല്ല് പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മിച്ച് ഈ 2.0 മുരളി പറഞ്ഞ മാതിരി ആ പൈപ്പ് കൂടിയൊക്കെ വെള്ളം വരും. അപ്പോൾ അതിന് ഒരു പമ്പിംഗ് സ്റ്റേഷൻ വെള്ളിയാങ്കല്ല് തുടങ്ങുന്നതൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു. ഇന്ന് അതിന് ഒരു നടപടി 37 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ട നടപടി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടും ഒരു നടപടിയും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഈ നമ്മൾ തുടക്കം മുതലേ കേട്ടാണ് നഗരസഭാ ഓഫീസ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നത്. ഒരു വയ്യാത്തൊരാൾ, ഒരു സുഖമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ചെയർമാനെ കാണണമെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി പോകണം. 10 കൊല്ലമായിട്ട് ചെയർമാൻ ആ കസേരയിലിരിക്കുന്നതാണ്. ആദ്യമായിട്ട് വന്നിരിക്കുന്ന ചെയർമാനല്ല. ആ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന നിരന്തരമായ ബഡ്ജറ്റ് പ്രസംഗങ്ങളിൽ അതിൽ വിമർശനമായി അല്ല അവരെ ആക്കുമാക്കുമെന്ന് പറയാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന മലിന ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പലയിടത്തും ഗ്രീൻ പാർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വളരെ കൊട്ടിഘോഷിച്ച് ചില പദ്ധതികളൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ആ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന മലിനജലം എവിടുന്ന് കംഫർട്ട് സ്റ്റേഷൻ കുന്നംകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അവിടുന്ന് പോകുന്ന കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന മലിനജലവും അതുപോലെ മറ്റു മാലിന്യങ്ങളും നേരെ ചെല്ലുന്നത് ഈ പൊതുഗാനയിലേക്കാണ് പോകുന്നത്. സമയക്കുറവുകൊണ്ട് നീ പറയാമെന്ന് പറയുന്നത് തുടർന്നും ബിജുവിന് ചർച്ചയിൽ പങ്കെടുക്കാം. അടുത്തതായി RMPയുടെ പ്രതിനിധി ബീന രവിയാണ്. പലപ്പോഴും നഗരസഭ ഭരണത്തിൽ നിർണായകമായ പങ്കാളിത്തം ഉണ്ടാവാറുള്ള RMP കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോടെയാണ് വികസന പ്രവർത്തനങ്ങളെ സമീപിക്കാറുള്ളത്. RMPയുടെ രാഷ്ട്രീയ നിലപാട് ബീന രവി വിശദീകരിക്കും. നമസ്കാരം. ചെയർപേഴ്സൺ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞു. കാരണം വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് ഒരു ഭരണസമിതിയിൽ ഇരുന്നാൽ. നമ്മളൊരു സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. തുറക്കുളം മാർക്കറ്റ്, അറവുശാല എന്നുള്ള പദ്ധതികളൊക്കെ ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളിൽ അടിയന്തര പ്രാധാന്യമുള്ളവുണ്ട്. ആ പ്രാധാന്യമുള്ളവയ്ക്ക് എന്ത് മൂല്യം കൊടുത്തു? നമ്മൾ കുന്നംകുളം നഗരസഭയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത് എവിടുന്ന് കൊടുന്നുള്ള ഒരു മാംസഭക്ഷണം എവിടുന്നാണ് കൊണ്ടുവരുന്നത്? എങ്ങനെയുള്ള മാംസങ്ങളെയാണ് അവിടെ വിൽക്കപ്പെടുന്നത്? ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാണോ? ഏതെങ്കിലും ഇത്തരം കടകൾക്ക് ലൈസൻസ് ഉണ്ടോ? ആരുണ്ട് ഇത് പരിശോധിക്കാൻ? എത്രയോ കാലങ്ങളായി ഞങ്ങൾ നഗരസഭയിൽ ഇതിനു വേണ്ടി സമരങ്ങളും മുറകളും കൂട്ടലുകളും നടക്കുക എന്നല്ലാതെ എല്ലാം ബെല്ലടിച്ചിട്ട് കൗൺസിൽ അവസാനിപ്പിച്ച് പോവുക എന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ബഹളമായിട്ടുണ്ടെങ്കിൽ ഉടനടി ബെല്ലടിച്ചു, കൗൺസിൽ അവസാനിച്ചു. ഇതാണ് ഇതിന് പ്രാധാന്യം നൽകാൻ ഇനിയും ചിന്തിക്കാൻ സമയമായിട്ടില്ലേ ഭരണസമിതിക്ക്? 2 ടേമിൽ ഭരണം നടന്നു, അത് നല്ല കാര്യം തന്നെയാണ്. ഭരണം എങ്ങനെ കിട്ടി എന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, മാലിന്യ സംസ്കരണം, തിരുത്തിക്കാടിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത്
ആ പദ്ധതി എവിടെ എത്തി? പാതി വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും അവിടുത്തെ ജലം മലിനമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ബൈജു റോഡിൻ്റെ ബാക്കിൽ ആ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇന്നും ശുദ്ധമായ ജലത്തിന് ബുദ്ധിമുട്ടുകയാണ്. അവിടെയുള്ള വെള്ളം നമ്മുടെ അഴുക്ക് വെള്ളങ്ങൾ പല ഹോട്ടലുകളിൽ നിന്നായാലും അവിടെ പോയി കണ്ടാലറിയാം അവിടുത്തെ സ്ഥിതിവിശേഷം. കെട്ടിക്കിടന്നിട്ട് ഈ ജനങ്ങൾക്ക് അസുഖം വരുത്തുന്ന രീതിയിലാണ് അവിടെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത്. നമ്മൾ മാലിന്യ സംസ്കരണം ഒരുപാട് മുൻപന്തിയിലെത്തി, പക്ഷേ അതിലും പ്രാധാന്യമുള്ളവയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. നമ്മൾ ഈ ചെയ്തത് തെറ്റായി എന്നല്ല പറയുന്നത്, അതിലും പ്രാധാന്യമുള്ളവയ്ക്ക് മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. കൂടാതെ നഗരവികസനം നമ്മൾ 18 മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? 40 വർഷത്തെ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് നമ്മൾ ടൗൺ വികസനം പദ്ധതി തയ്യാറാക്കുന്നത്. ടൗൺ വികസനത്തിൽ 18 മീറ്റർ ടൗണിലും അതിനുശേഷം 21.5 മീറ്ററും. അത് 40 വർഷത്തെ കാഴ്ചപ്പാടോടുകൂടിയുള്ള അത് കൗൺസിലിൽ അജണ്ടയായിട്ട് എടുത്ത് ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കി വിടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ രാഷ്ട്രീയം പലതവണ ഇത് നഗരത്തിൻ്റെ വികസനം 18-ൽ ഒതുക്കല്ലേ, ഈ വികസനം അടുത്ത പ്രദേശങ്ങൾക്ക് മാറിപ്പോവുകയാണെന്ന് പലതവണ ഞങ്ങൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. അത് ഭരണത്തിൻ്റെ പിടിപാടിൽ അത് പാസ്സാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കൂടാതെ PMAY പദ്ധതി 9 DPR തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു DPRനെ എന്തിനാണ് പൂഴ്ത്തിവെച്ചതെന്ന് അറിയില്ല. ജനങ്ങൾ ഈ അപേക്ഷയും കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു DPR എടുത്തിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട്, ഇതൊന്നും നമ്മളാരും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളല്ല, ജനങ്ങളുടെ പൈസ കൊണ്ട് ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒരു DPR ഇപ്പോഴും പാതി വഴിയിൽ ജനങ്ങൾ അന്ധരാക്കിക്കൊണ്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ ബസ് സ്റ്റാൻഡ് നമ്മൾ നല്ല രീതിയിൽ ബസ് സ്റ്റാൻഡ് പണിത് കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. എത്ര തവണ നമ്മൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു, പലതവണ അതിലെ ആവശ്യങ്ങൾ നമ്മൾ മീറ്റിംഗ് വിളിച്ച് പിരിയുക എന്നല്ലാതെ ഇന്നും അത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ചെയർപേഴ്സന് കഴിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രധാനമായും ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് ലൈഫ് ഭവന പദ്ധതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, ആധുനിക അറവുശാല, തുറക്കുളം മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ്. ഇതിൽ പ്രധാനമായും നഗരസഭയുടെ വികസന രേഖയിൽ 1600 വീട് ലൈഫ് പദ്ധതി പ്രകാരം നൽകി എന്നാണ് പറയുന്നത്. മുരളിയും ബിജു ബേബിയൊക്കെ ഇതിൽ ഭാഗവാക്കുകളാണ്. ലൈഫ് പദ്ധതിയിൽ 1600 വീട് നൽകിയെന്നാണ് ഈ രേഖയിൽ പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ അത് വിശദീകരിക്കും. ചെയർമാൻ പറയും. ലൈഫ് ആയാലും PMAY ആയാലും നമ്മുടെ നഗരസഭയാണ് 2 ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടാണ് കൊടുക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ആ വീടിൻ്റെ പദ്ധതിക്കുള്ളത്. അതിൽ 2 ലക്ഷം രൂപ നഗരസഭ, അതുകൂടാതെ 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഫണ്ട്, അതായത് പ്രധാനമന്ത്രിയുടെ ഫണ്ട്. 50,000 രൂപ പ്ലസ് 24,000 രൂപ നമ്മുടെ ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ 74,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അതാണ് നമ്മൾ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ PMAY എന്ന പദ്ധതി പ്രകാരം 1602 പേർക്ക് വീട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ നഗരസഭയുടെ വീടാണ്, അല്ലാണ്ട് പ്രധാനമന്ത്രിയുടെ വീട് എന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഈ പണിതിട്ടുള്ള വീടുകളുടെ മുന്നിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ DPRലും കൊടുക്കുന്ന അതിൻ്റെ ഇതനുസരിച്ച് അതിൽ 6ാമത്തെ ഒരു DPR നമ്മൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ അംഗീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് വിട്ടുള്ളത്. അതിന് ഫണ്ടും നമുക്ക് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും. ഒരു 300 ചില്ലാനും വീടുണ്ട് എന്നാണ് ഇപ്പോൾ മുരളി പറയുന്നത്. നമ്മൾ അത് കണക്കെടുത്തപ്പോൾ 132 വീടുകളാണ് അന്നത്തെ അത് ലിസ്റ്റിൽ ബാക്കിയുള്ളത്. ആ വീടുകൾ കൂടി നഗരസഭ കൊടുക്കും. കൂടാതെയാണ് ഇപ്പോൾ വീട് റിപ്പയറിങ്ങിനുള്ള പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ചർച്ച വന്നത് ഇവിടെ
അറവുശാലയാണ്. ഈ കുന്നംകുളം നഗരസഭ രൂപീകരിച്ചിട്ട് 1948 രൂപീകരിച്ചതാണ്. ഈ കാലമത്രയും അവിടെ അറവ് നടന്നിരുന്നു. പക്ഷേ അതൊന്നും ലൈസൻസ് ഇല്ലാതെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഭരണസമിതി വന്നപ്പോൾ അവിടെ മൃഗങ്ങളെ അറക്കാൻ ലൈസൻസ് ഇല്ലാതെ ചെയ്യരുതെന്നും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയും അതിൻ്റെ സ്ഥലമെടുപ്പും അതിൻ്റെ ഒരു പ്രവൃത്തി, ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് വന്നു. എത്ര കാലം കോൺഗ്രസ് അവിടെ ഭരിച്ചതാണ്, എത്ര തവണ അതിന് കല്ലിട്ടതാണ്, ഒറ്റയടിക്ക് നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ അതിൻ്റെ DPRൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ടെൻഡർ നടപടിയിലേക്ക് ആയിരിക്കുക. ഇമ്പാക്റ്റ് കേരള വഴിക്കാണ് അത് നടക്കുന്നത്. അപ്പോൾ അത് ഓരോ പദ്ധതികൾ നടക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതും നഗരസഭ ചെയ്യാനുള്ള എല്ലാ ശുദ്ധജല വിതരണത്തിന് ശുദ്ധജല വിതരണം, ഭൂമിക്കടിയിൽ വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു കാലയളവിൽ തന്നെ ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ 99 കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചിട്ടും. പിന്നെ കൂടാതെ അമൃത് പദ്ധതി പാതി വഴിയിലിട്ടു എന്ന് പറഞ്ഞു. 14.5 കോടി രൂപയാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പാസ്സായിട്ടുള്ളത്. അതിലാണ് നിങ്ങൾ ചെന്ന് നോക്കിയാൽ, കണ്ണ് തുറന്ന് നോക്കിയാൽ കുറുക്കൻപാറയിൽ അതിൻ്റെ ടാങ്ക് ഉയർന്ന് നിൽക്കുന്നത് കാണാം. കൂടാതെ 3100 ടാപ്പ്, അത് അങ്ങനെയാണ് റോഡുകളൊക്കെ പൊളിഞ്ഞത്. ഒരു ഭാഗത്തുകൂടെ വാട്ടർ അതോറിറ്റി അതിന് വേണ്ടിയുള്ള 3100 ടാപ്പ് ഇടാനുള്ള റോഡ് പൊളിക്കുന്നു. മറ്റൊന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പാക്കാതെ പോയ ഗെയിൽ പൈപ്പ് പ്രകൃതിവാതകം, അതിനു വേണ്ടി ഇപ്പോൾ എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ മറുഭാഗത്തുകൂടെ ഗ്യാസിൻ്റെ ലൈൻ വലിക്കുന്നു. ഇങ്ങനെയാണ് റോഡുകൾ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് കണ്ണടച്ച്, അതുപോലെ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ തൃശ്ശൂർ റോഡ്, അതുപോലെ തന്നെ അഞ്ഞൂർ റോഡ്, നമ്മുടെ ഈ കിഴൂര് ആ ഭാഗത്തുള്ള റോഡ്, ആനാക്കൽ റോഡ്, ഇവിടെ കുന്നംകുളം തൊട്ട് ആശാരിപ്പടി വരെയുള്ള കുന്നംകുളം നഗരസഭയുടെ 3 കോടി രൂപ ചെലവിൽ ആനാക്കൽ റോഡ്, അതുപോലെ കാണിപ്പൂര് ബ്ലോക്ക് റോഡ് തുടങ്ങി നഗരസഭ ചെയ്യുന്ന റോഡുകൾ വേറെയുണ്ട്. പിന്നെ നഗരസഭ മുരളിയുടെ വീടില്ലാതെയുള്ള റോഡ് എന്ന് പറഞ്ഞു ഗ്യാസിന്റെ പൈപ്പും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വർക്കും ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നഗരസഭ നടപ്പാക്കിയിട്ടുള്ള ഒരു റോഡുകളല്ല അതിൽ നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചതിലറിയാം. പൊതുമരാമത്ത് റോഡുകളാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് റോഡുകൾ പണിതേനാണ് പറയുന്നത് ചെയർപേഴ്സൺ. അത് കുന്നോളം അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ട് കുന്നോളം നഗരസഭയിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കിയിട്ടുണ്ടാ. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡുകൾ നന്നാക്കാൻ വേണ്ടി കുന്നോളം നഗരസഭയിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. എല്ലാ സംസ്ഥാന സർക്കാർ ഫണ്ടാണ്. ഓരോ വർഷം 12 ലക്ഷം രൂപ റോഡ് ടാറിങ്ങിനും അത് കാനപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ഈ കൗൺസിലർമാർ എന്ത് ചെയ്തു എന്ന് കൂടി മറുപടി. അത് റീടാറിങ്ങിനാണ്, പൊളിഞ്ഞ വാഴ റീടാറിങ്. ഈ പറഞ്ഞ ചെയർപേഴ്സൺ പറഞ്ഞ പുതിയ റോഡുകളൊന്നുമില്ല. റോഡിന് 1 കോടി, മാധവൻ റോഡിന് 20 ലക്ഷം, അജന്ത റോഡിന് 20 ലക്ഷം. നഗരസഭയുടെ റോഡുകളൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. റീടാറിങ്ങിന് മാത്രമാണ് ഈ സംഖ്യ നഗരസഭ ഫണ്ട് അനുവദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പൂർത്തീകരിച്ച പദ്ധതികളെ കുറിച്ചിട്ട് പറയുന്നതിനാണ് ചെയർമാൻ ഇവിടെ വന്നിരിക്കുന്നത്, അതല്ലേ? അതല്ലാതെ ഭാവിയിൽ നടപ്പിലാക്കും, ഞങ്ങൾ DPR കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിനല്ല ചെയർമാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് റോഡിൻ്റെ കാര്യത്തിലായാലും അതെ. ഇപ്പോൾ ഈ തുറക്കുളം മാർക്കറ്റിൻ്റെ വിഷയം എത്ര നാളായിട്ടത് പരിഹരിക്കപ്പെടാതെ കിടക്കുക. അത് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾക്കത് സർക്കാർ ഓർഡർ കിട്ടിയതല്ലേ, ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? അത് ഏറ്റെടുത്തില്ല. ഒരു പട്ടണത്തില് 10,000 ആളുകൾ 5,000 ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. 5,000 ആളുകൾ വരുന്ന ഒരു പട്ടണ കാലത്ത് കുന്നംകുളത്ത് നിങ്ങൾ അതിനൊരു നടപടി പോലും സ്വീകരിച്ചു? അതിന്റെ കെട്ടിട പണി പൂർത്തീകരിച്ചിട്ടുള്ളതാ. അറവുശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 7 കോടി 10 ലക്ഷം. എല്ലാരും കൂടി ടൂർ പോയിട്ട് അറവുശാല കണ്ടു അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ശങ്കരാടി രേഖ കാണിക്കുന്ന പോലെയാ. ശങ്കരാടി കൈ കാണിച്ചിട്ട് പറയില്ല ഇതാ രേഖന്ന്. അതാ ചെയർമാൻ പറയുന്നത്. വനിതാ ചെയർപേഴ്സണെ എല്ലാ ബഹുമാനവും കൊടുത്ത് കൗൺസിലിൽ കൊണ്ടുവരുന്ന ഞങ്ങൾ ഇരുത്തിയിട്ട് നുണ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. ചെയർമാൻ ഒരു ആപത്തും കൂടാതെ
അല്ലാതെ കൗൺസിലും 10 കൊല്ലം കൗൺസിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കുന്നംകുളത്ത് ഏത് വികസനം കൊണ്ടുവരും, ബസ് സ്റ്റാൻഡ് കൊണ്ടുവരുമ്പോ ഇതുപോലെ തർക്കം ഉണ്ടാക്കി. വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നടത്തുന്ന കള്ളത്തരങ്ങളെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്ക് കുന്നംകുളം പട്ടണത്തെ കുറിച്ചിട്ട് ഒരു വികസന കാഴ്ചപ്പാടുണ്ടായിട്ടില്ല. ഒരു വികസന അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് മൈസൂരിന്റെ മൈസൂര് പോയാൽ കാണാം. മൈസൂര് വയനാട് പോയാൽ കാണാം. അറുപശാല തയ്യാറാക്കുന്നതാണ്, അത് പണിതല്ല. അത് അതിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ DPR പണിയാൻ പോകും. അതിന്റെ അതെ അല്ലെ അവിടെ അതല്ല വന്നപ്പോഴുള്ള ഫോട്ടോ ആണ്. കുന്നംകുളം പട്ടണത്തിൽ ചെയർപേഴ്സൺ ഞാൻ ചെയർമാനെ വെറുതെ ഇത് പറയില്ല. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 5 കൊല്ലക്കാലം ഒരു കൂട്ടുത്തരവാദിത്തം എന്തുണ്ടായിരുന്നില്ല, കൗൺസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറയാം കൂട്ടുത്തരവാദിത്തം വളരെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആക്ഷേപമാണ്. നിങ്ങൾ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷം കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇത്തവണ 2000-2025 കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ചെയർപേഴ്സൺ ഉണ്ടോ? ഇല്ല. ഞങ്ങൾ 19 പേരും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി കൂട്ടുത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നടത്തിയത്. ഇവരോരോ പാര വെച്ചിട്ട് ഞാൻ പറയാം. ഞാനതില് ഇപ്പൊ നമ്മളൊക്കെ ഭരണപക്ഷത്തെ കൂട്ടുത്തരവാദിത്തമാണോ അതോ പ്രതിപക്ഷത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്തമാണോ? പ്രതിപക്ഷത്തെ കൂട്ടുപിടിക്കേണ്ട കാര്യമല്ലോ. കൂട്ടുത്തരവാദിത്തം ഉണ്ടായിട്ടില്ല. അതിന് കാരണങ്ങളുണ്ട്. അതൊക്കെ കൗൺസിലില് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചെയർമാൻ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ അവിടെ ഒറ്റപ്പെട്ടു കൊടുക്കുകയാണ്. ചെയർമാനെ സഹായിക്കാൻ ചെയർമാന്റെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അത് നമ്മള് കണ്ടില്ല എന്ന് വെച്ചിട്ടോ ചെയർമാനെ രക്ഷിക്കാൻ വേണ്ടി ഇവരുടെ പാർട്ടിയിലുള്ള പോലെ ആ ഒരു അവസ്ഥ അവിടെ അവരുടെ പാർട്ടിയിലുള്ള ഇല്ലായിരുന്നു. അതിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഇവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന ഒരാള് അവസാനം വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. CPM കേട്ടിട്ടുണ്ടാ? നമ്മൾ കേട്ടിട്ടുണ്ടാ? CPM ഒരാള് കോൺഗ്രസ് CPM ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. കുന്നംകുളം നഗരസഭയിലെ 39 വാർഡുകളും സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നുണ്ട്. UDF അതിന് മുഖ്യ കക്ഷിയായ കോൺഗ്രസ് 2 വാർഡുകളിൽ കോൺഗ്രസിനോ UDF-നോ സ്ഥാനാർത്ഥികളില്ല. 4 വാർഡുകളിൽ BJP-ക്ക് സ്ഥാനാർത്ഥികളില്ല. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് UDF-നാണോ ഐക്യം, LDF-നാണോ ഐക്യം എന്നുള്ളത് ആ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ചിട്ടാണോ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ഭരണത്തിന്റെ നേട്ടങ്ങൾ പറയാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മളിവിടെ വന്നിരിക്കുന്നത് ചെയർമാനോട് ചോദിക്കുന്നത് ചെയർമാൻ കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചെയർമാൻ 5 വിട്ട് 5 കൊല്ലം കൂടി പിന്നാക്കം പോയി 10 കൊല്ലത്തെ കാര്യങ്ങൾ പറയുന്നു. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ചിട്ടല്ലോ. ഇവിടെ ജനവിധി നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്ത നേട്ടങ്ങളെ കുറിച്ചിട്ടാണ്. അതിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. അതിന് പല പഠനപ്പടക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് നഗരസഭയുടെ ഭരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ചെയർമാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സദ്യക്ക് കറി വിളമ്പുന്ന പോലെ കുറേ കാര്യങ്ങൾ പറയുന്നു. അതല്ലാതെ കുന്നംകുളം പട്ടണത്തിന്റെ സ്ഥിരമായ ആവശ്യങ്ങളൊന്നും പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ പറഞ്ഞു 12 ലക്ഷം രൂപ ഓരോ വാർഡിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ പറഞ്ഞത് 12 ലക്ഷം രൂപ ഓരോ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഒരു റോഡ് പോലും പുതിയത് ടാറിട്ടിട്ട് 5 വർഷം ഞങ്ങളുടെ ഒന്നും വാർഡുകളിലേക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയാൽ നാളെ നാട്ടിലെ ജനങ്ങൾ ചോദിക്കും നിങ്ങൾ ഈ 12 ലക്ഷം രൂപ എന്താ ചെയ്തതെന്ന്. അത് റീടാറിങ് ചെയ്തില്ല വെച്ചെങ്കിൽ വഴിയിൽ കൂടെ ആളുകൾക്ക് പോകണ്ടേ. അതാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. അല്ലാതെ ഒരു പുതിയ റോഡ്. അത് 7 ലക്ഷം റീടാറിങ്ങിന്, 5 ലക്ഷം ഖാനവ
വർക്കിന്, അല്ലെങ്കിൽ 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 പുതിയ കോൺക്രീറ്റ് വർക്ക്, കാന അല്ലെങ്കിൽ പുതിയ കോൺക്രീറ്റ് വർക്ക്, അങ്ങനെയാണ് 12 ലക്ഷം കൊടുത്തുള്ളത്. ഇത് പരിഹാസം കേൾക്കുമ്പോഴേ നോണ പറയുമ്പോ നമുക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ എഞ്ചിനീയർ വിഭാഗത്തിലെ ചെയർപേഴ്സൺ ആദ്യം ഒരു കാര്യം പറഞ്ഞു PMAY കുറിച്ചിട്ട്. ഈ PMAY 2 ലക്ഷം മുനിസിപ്പാലിറ്റി ലോൺ കൊടുത്തു എന്ന് പറയും. ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കുന്ന നഗരസഭ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ? അല്ല, കേന്ദ്ര സർക്കാർ അതാത് വർഷം തരുന്ന പ്ലാൻ ഫണ്ട്, പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 10% കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനം എന്ന് അല്ലാണ്ട് നഗരസഭ കിട്ടുന്ന ഫണ്ട് അപ്പോൾ 50,000 രൂപ സംസ്ഥാന സർക്കാർ തന്നെ അത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് അടിസ്ഥാന വികസനം കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് തരുന്നത്. അപ്പൊ അത് പരിപൂർണമായിട്ടും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതാണ് പറയുന്നത്. കേന്ദ്ര ഫണ്ടിന്റെ ഒക്കെ ആവശ്യമാണ്. കാരണം നിങ്ങൾ ഇറക്കിയ UDFന്റെ പ്രകടന പത്രികയിൽ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വാഭാവികമായും 3 മുന്നണികളും പ്രകടന പത്രിക പുറത്തിറക്കും. BJP ഇന്നലെയാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിലയിൽ പുറത്തിറങ്ങി കഴിഞ്ഞു. ആ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ട് ഒരു കാര്യം എന്നെ ആകർഷിച്ചത്, കുന്നംകുളത്തെ ഗതാഗത പരിഷ്കാരം, ഈ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ബഥനി സ്കൂളിന്റെ മുമ്പിൽ നിന്നും പാറയമ്പാടം അവിടെ പമ്പ് വരെ, ആ പട്ടാമ്പി കയറ്റം പമ്പ് വരെ ഒരു ഒരു വലിയൊരു പാലം പണിയും എന്നാണ് പറഞ്ഞു. എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ചാലക്കുടി പോകുമ്പോൾ, ചാലക്കുടി നമ്മളിപ്പോൾ കാണാറില്ലല്ലോ, അടിഭാഗത്ത് കൂടിയാണ് നമ്മൾ പോകുന്ന, മുകളിലൊരു മേൽപ്പാലം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നമ്മുടെ മെട്രോ പോലെ നമുക്ക് നിലവിലെ കച്ചവടങ്ങൾ, സ്ഥാപനങ്ങൾക്കും റോഡുകൾ നിലനിൽക്കുന്ന ലെവലിൽ തന്നെ നമുക്കത് ഒരു വികസന കാഴ്ചപ്പാടാണത്. അത് നമുക്ക് നമ്മൾ ഓരോ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് പലതും ഓരോ കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞ മാതിരി ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ വരുന്ന സമയത്ത് പറഞ്ഞല്ലോ, കുറ്റിപ്പുറത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുക, ചാലക്കുടി വിൽക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു കാഴ്ച, അങ്ങനെ പറയുന്നതല്ല. ട്രെയിൻ വരുമ്പോൾ അപ്പോൾ കാലത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇരിങ്ങാലക്കുട വിറ്റിട്ട് വൈകിട്ട് തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞ പോലെയല്ല. നമ്മളതിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാവുന്ന പട്ടണത്തിലെ ഗതാഗത കുരുക്ക്. ഇപ്പം നമുക്ക് ഒരാൾ വന്നു, ഒരു വണ്ടി വന്നു, ഒരു കച്ചവട സ്ഥാപനം, ഒരു പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ അവസാന ബഡ്ജറ്റിലല്ല ഒരു 8 ഏക്കർ വികസന പ്രായോഗിക കാഴ്ചപ്പാടാണ് ഞങ്ങൾ പറയുന്നത്. ഇവർക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ഇവരിപ്പോൾ 8 ഏക്കർ സ്ഥലം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞു. 5ാമത്തെ കൊല്ലം അവസാനിക്കുന്ന അവസാന ബഡ്ജറ്റിൽ, ആ ബഡ്ജറ്റ് പുസ്തകം ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല, 8 ഏക്കർ സ്ഥലം ഈ പട്ടണത്തിൻ്റെ ഉൾഭാഗത്ത്. ഇത് എന്തെങ്കിലും ആത്മാർത്ഥതയിലുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഈ സ്ഥലമൊന്നും ഭൂകമ്പം ഉണ്ടായപ്പോൾ മുളച്ചു വന്നാലല്ലോ. ഇവർക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ട്, പട്ടണത്തിൻ്റെ വികസനത്തിന് കാഴ്ചപ്പാടുണ്ടെങ്കിൽ. BJPയുടെ വികസന രേഖയിൽ, ഇന്നലെ പുറത്തിറക്കിയ വികസന രേഖയിൽ പ്രധാനമായും പറയുന്നത് കുന്നംകുളം, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്ത് ടീം പ്രൊജക്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്ന ഏതൊരു വികസനത്തിന് നമുക്ക് ആവശ്യം പണമാണ്. പണമില്ലാണ്ട് ലോകത്തൊരു വികസനം എവിടെയും നടക്കാറില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ലാത്ത കുന്നംകുളം നഗരസഭയിൽ ഇല്ലാത്തതും ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ട് വരണമെങ്കിൽ എന്ത് വേണം? എവിടെയാണ് അതിന് സോഴ്സ് വെച്ചത് കണ്ടെത്തി നമ്മൾ ഫണ്ട് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാവണം. കുന്നംകുളം മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും ചേർത്തൊരു കോർപ്പറേഷൻ ആക്കണം എന്നുള്ളത് BJPയുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ ആക്കണതിൻ്റെ പ്രധാന ഉദ്ദേശം കഴിഞ്ഞാൽ കൂടുതൽ ഫണ്ട് കോർപ്പറേഷൻ അനുവദിച്ച് കിട്ടും, വികസനം ഒന്നും കൂടി ഇതാണ്. ഈ ഒരു ആവശ്യമാണ് ഞങ്ങളെന്നും മുന്നോട്ട് വയ്ക്കാറ്. കോർപ്പറേഷൻ വേണം. കുന്നംകുളം മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്ന് അതിൻ്റെ കാഴ്ചപ്പാട് ഈ സിറ്റിയിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചേ. തീരദേശ എക്സ്പ്രസ് ഹൈവേ പോകുന്നു. ആ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കുന്നംകുളത്തുനിന്ന് ഒരു റോഡ് അങ്ങനെ നിർമ്മിക്കുന്ന പറഞ്ഞു. ഇതൊക്കെ ഒരു നമുക്ക് ഹൈവേ ആയിട്ട് കുന്നംകുളത്തിന് ഹൈവേ ആയിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒരു റോഡ് വരണമെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു തള്ളലുമില്ല. നിങ്ങൾ 5 വർഷം ഭരണം BJPനെ ഏൽപ്പിക്കൂ. നിങ്ങൾ 10 വർഷം ഒന്നും സ്വീകരിച്ച പോലെ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു 5 വർഷം ഭരണം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. കഴിഞ്ഞ BJPയുടെ ഒരു നേതാവ് ബിജു ശ്രദ്ധിക്കേണ്ട വിഷയം കേട്ടോ, അത് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നുണ്ട് നമ്മുടെ നഗരസഭയിൽ. അദ്ദേഹം പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, രാജഗോപാലൻ കേന്ദ്രത്തിലെ നഗരാസൂത്രണ മന്ത്രിയായിരുന്ന സമയത്ത് കുന്നംകുളം ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു. സത്യമാണ്, എനിക്കറിയാം. ഞാൻ അന്ന കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 1 കോടി അതിന്റെ ഫസ്റ്റ് ഗഡുവായിട്ട് 37 ലക്ഷം രൂപ കുന്നംകുളത്ത് കിട്ടി. അതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം പണിതിട്ടുള്ളത്. ആ കവാടം പണിതിട്ടുള്ളത് 37 ലക്ഷം ചെലവഴിച്ചിട്ടാ. അതൊന്ന് പഴയ ഫയലൊന്നും എടുത്ത് നോക്കി നിൽക്കുന്ന മനസ്സിലായി. രാജാവ് അനുവദിച്ചിട്ടുള്ള 37 ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് ആ ഫ്രണ്ട് കവാടം പണിതിട്ടുള്ളത്. സർക്കാരിന്റെ ഫണ്ടുകളുണ്ട്. അത് 2 CFC ഫണ്ട് എല്ലാ കൊല്ലവും വരുന്നതാണല്ലോ. അതിനനുസരിച്ചിട്ട് വന്നിട്ടുള്ളതാവാം.
അതിന്റെ പേര് IDSMT എന്നാണ് കേട്ടോ. ആ പദ്ധതി അന്ന് കഴിച്ചിട്ടുള്ള 37 ലക്ഷം രൂപ വെച്ച് IDSMT എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 37 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇത് ബഡ്ജറ്റ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹരിത കർമ്മസേനയുടെ ഫീസ് കൊടുക്കണ്ട സാധാരണ ആളുകൾ എല്ലാവരെയും മാറ്റി ഞങ്ങൾ എന്ത് ചെയ്യും, നഗരസഭ പിരിച്ചുവിടില്ല. അവർ വർക്ക് ചെയ്തോട്ടെ, അവർക്ക് കൊടുക്കുന്ന വേതനം നഗരസഭ എടുത്തു കൊടുക്കും. ഒരു ആളേന്ന് പോലും അതിനുള്ള സംഖ്യ വാങ്ങിക്കില്ല. അതിന് തെളിഞ്ഞുണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ടോ ആ എഴുതിയത് തെളിയാത്തതാ. മറ്റുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിലുണ്ടെന്ന്. അതുമൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് ഈ സംശയമായിട്ട് ചോദിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായിട്ടും 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ LDFന്റെ ഒരു പൊതു രാഷ്ട്രീയം ചിത്രം എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ 39 സീറ്റുകൾ 39 ഡിവിഷനാണ്. അതിൽ 30 ഡിവിഷനിലും വിജയം കൈവരിക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നടത്തിയിട്ടുള്ള വികസനത്തിൻ്റെ പേരിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. UDFന്റെ ഒരു വിജയപ്രതീക്ഷ കാഴ്ചപ്പാട് എങ്ങനെയാണ്? എനിക്ക് ചെയർമാൻ ഈ 30 വാർഡ് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം ഈ 10 കൊല്ലം ഇരുന്നിട്ട് 69 വാർഡുകളുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, 69 വാർഡുള്ള മാതിരിയാണ് 30 വാർഡ് കിട്ടുമെന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 20 വാർഡിൽ ഞങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. കേവല ഭൂരിപക്ഷം ഞങ്ങൾ നേടും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന തലത്തിലുമുണ്ട്. നഗരസഭയുടെ ഈ ദുർഭരണത്തിനെതിരെ ഒരു വികാരം ആളുകളിലുണ്ട്. അത് വോട്ടായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ ചെയർപേഴ്സണും ബിജുക്കെ പറഞ്ഞത് അവരുടെ ആഗ്രഹങ്ങളാണ്. അത് ആർക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാമല്ലോ. ഞാൻ പറഞ്ഞ ശാസ്ത്രീയമായ കണക്കിൻ്റെ അടുത്ത് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് കുന്നോളം മുനിസിപ്പാലിറ്റി 8 സീറ്റ് ഉണ്ട്, അറിയാലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനത്ത് ഞങ്ങൾ സെക്കൻഡാണ് വന്നിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അത് 5 വോട്ട് മുതൽ 95 വോട്ട് വരെ ഉണ്ട്. 5 വർഷം മുന്നേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 10 സ്ഥാനത്ത് കോൺഗ്രസിനെ അപേക്ഷിച്ച് CPMന് കഴിഞ്ഞ 2ാം സ്ഥാനത്ത് ഞങ്ങളാണ്. ആ 10 സീറ്റും നിലവിലുള്ള 8 സീറ്റ് ഞങ്ങൾക്കൊരു ദോഷമില്ല. നിലവിലുള്ള 10 സീറ്റ് 18 സീറ്റ് ഞങ്ങൾക്കായി. പുതിയതായിട്ട് വന്നിട്ടുള്ള 2 സീറ്റ് എന്ന് ചെറുവത്താനും മീമ്പിക്കുളം, ഈ 2 സീറ്റും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പം തന്നെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു 20 സീറ്റോട് കൂടി ശാസ്ത്രീയമായി ഞാൻ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇതേപോലെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ വ്യക്തമായിട്ട് ഈ 20 സീറ്റ് കയറ്റി BJP കുന്നംകുളത്തിൽ അധികാരത്തിൽ വരും. നിങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചെയർപേഴ്സൺ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ 2015 കേവല ഭൂരിപക്ഷം LDFന് ഉണ്ടായിരുന്നില്ല. മറ്റു തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിലൊക്കെ UDFൻ്റെയും BJPയുടെയും നേതാക്കന്മാരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായത്. അത്തരത്തിലുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ RMPയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും? RMPയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിത കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കും. നിങ്ങൾ കേരളത്തിൽ മൊത്തം UDFന്റെ ഒരു സഖ്യകക്ഷിയായി നിൽക്കുമ്പോൾ കുന്നംകുളം നഗരസഭയിൽ എന്താ UDFന്റെ ഭാഗമാകാത്തത്? അതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയാൻ അല്ല, ഞങ്ങൾ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട്? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ചർച്ച വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഇപ്പം തന്നെ ആയിട്ടുണ്ടാവും. ഇല്ല, അങ്ങനൊരു ചടങ്ങൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ ചെയർമാൻ സ്ഥാനാർത്ഥിനെ വെച്ച് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് പാർട്ടി നേതൃത്വം അത് ആലോചിച്ച് തീരുമാനിക്കും. 10 വർഷക്കാലത്തെ LDFന്റെ ഭരണത്തിൽ ചെയർപേഴ്സൺ 10 വർഷം കഴിഞ്ഞു. താങ്കൾ ഇനി മത്സരരംഗത്തില്ല. മത്സരരംഗത്തോട് വിട പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള അനുഭവം? ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുന്നംകുളത്തിൻ്റെ മുഖച്ഛായ പലപ്പോഴും ഒരു ഉപമ പോലെ പലരും പറയുന്നുണ്ടെങ്കിലും അതേ രീതിയിലല്ല. കുന്നംകുളം 10 വർഷം മുൻപുണ്ടായിരുന്ന കുന്നംകുളവും ഇപ്പോഴത്തെ കുന്നംകുളവും തമ്മിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 10 വർഷത്തെ വികസനം കണ്ടറിയാവുന്നതാണ്. അപൂർവം ചില കാര്യങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിക്കാത്തുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള 95% പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം നഗരസഭ വീണ്ടും അധികാരത്തിൽ വരും. അത് ഒരു തുടർഭരണമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത്. 5 വർഷക്കാലം കഴിഞ്ഞു ബിജു സി ബേബി മത്സരിക്കുന്നില്ല. ഇനി അടുത്ത തവണ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്യാം.
ഈ 5 വർഷക്കാലത്തെ പൊളിറ്റിക്കൽ അനുഭവം, നഗരസഭയുടെ അനുഭവം എന്താണ്? ഈ 5 കൊല്ലക്കാലം നമ്മൾ ഈ നേരത്തെ ഇപ്പോൾ ഒരു വാഗ്വാദത്തിന് വേണ്ടി പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ ഈ പട്ടണത്തിൻ്റെ ചിരകാല ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു നിരാശാജനകമാണ്. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വ്യക്തിപരമായും ഈ പട്ടണത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു പോരായ്മയാണ്. ഒരു വ്യക്തിപരമായി എനിക്കതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ 5 കൊല്ലം കൊണ്ട്. അതുകൊണ്ട് അത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ ഇന്നും പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒരു തുടർഭരണം ഇവർക്ക് കൊടുത്താൽ ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ടൊരു മാറ്റം, എന്തിനും ഒരു മാറ്റം വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സാധാരണ ആളുകളിലുണ്ട്. അത് വോട്ടായി ഇവിടെ UDF കുന്നംകുളം നഗരസഭയിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ 7 പേരുണ്ടായിരുന്ന 7 പേരുടെ കൗൺസിൽ പ്രവർത്തനങ്ങൾ ഒറ്റവാക്കിൽ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് പറയാനുള്ളത്? 7 പേരും ഒരേ മനസ്സോടുകൂടി കൃത്യമായി എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതല്ല, ഉള്ള അംഗങ്ങൾ കൃത്യമായി ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആ പാർട്ടി പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും, അത് ഞങ്ങളിലുള്ള 7 പേരും എല്ലാവരും പ്രഗത്ഭരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഈ നഗരസഭയുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ രീതിയിൽ സമരങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ പല സമരങ്ങളും ഈ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളുടെ കണ്ണു തുറപ്പിച്ച് ചെറിയ വികസന പ്രവർത്തനങ്ങളെങ്കിലും തടസ്സം വല്ലത് മാറ്റിയാൻ അവർക്ക് ഒരു പ്രേരണ നൽകിയത് ഞങ്ങളുടെ ശക്തമായ ഇടപെടലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കെ മുരളി വീണ്ടും മത്സരരംഗത്തില്ല, മുമ്പ് മത്സരിച്ചിരുന്നു. 5 വർഷക്കാലത്തെ ഒരു പാർലമെന്ററി പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനും സീതേച്ചൊക്കെ ഏതാണ്ട് ഒരു 2000 തൊട്ടിട്ട് കൗൺസിലർമാരായിട്ടുള്ള ഒരു 4 നൂറ്റാണ്ട് പരിചയമുണ്ട് എനിക്ക് കുന്നോളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച്. ഞാൻ സൈക്കിളുമേ കുന്നോളം മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിന് വന്നൊരു വ്യക്തിയാണ്. 25 വർഷം മുന്നേ. അപ്പോൾ അത് ബുള്ളറ്റായിരുന്നു മാത്രം. അപ്പോൾ ആ കാലത്തൊട്ടിട്ട് എനിക്ക് സീതേച്ചിനെ അറിയാം. അപ്പോൾ ഞാൻ സീതേച്ചൊക്കെ ചെയർമാനായി വരുമ്പോൾ എനിക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുന്നോളത്ത് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, ഒരു ഭരണപരിചയം ഉണ്ട് എന്നൊക്കെ രീതിയിൽ നല്ലൊരു ഭരണം ഉണ്ടാവും എന്നൊക്കെ ഞാനും പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 നൂറ്റാണ്ട് കാലത്ത് വെച്ചിട്ട് ഏറ്റവും ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം വളരെ മോശമായിരുന്നിട്ടാണ്, എത്രയിട്ട് മോശമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണപരമായിട്ട് വളരെ മോശമായിട്ടുള്ളൊരിതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വികസന പ്രവർത്തനം എല്ലാ PR വർക്കിൻ്റെ ഇതുപോലെ അച്ചടിച്ചിറക്കുക എന്നല്ലാണ്ട് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു നടപടിയും ചെയർപേഴ്സന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ആ ഒരു നിരാശ. പാർലമെന്ററി പാർട്ടി ലീഡർ അല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഗ്രൂപ്പീസ് ഇല്ലാത്ത ഏക പാർട്ടി BJP മാത്രമേ ഉള്ളൂ. ഒരു ഗ്രൂപ്പീസ് അതിൻ്റെ അകത്ത് ഇല്ല, കുന്നംകുളത്തും ഇല്ല, അതുപോലെ തന്നെ തൃശ്ശൂരും ഇല്ല, കേരളത്തിലും ഇല്ല, ഇന്ത്യയിലെ എവിടെ ഇല്ലാത്ത ഇന്ന വരെയുള്ള ഒരു പാർട്ടി BJP മാത്രമാണ്. അപ്പോൾ അതിന് ഗ്രൂപ്പീസിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യം ഞങ്ങൾ അങ്ങനെ ഇല്ല. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. ഒട്ടു തന്നെ ഇല്ല, ഞങ്ങളില്ല. എന്തെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ഞാനും പറയുന്നത് എന്തെങ്കിലും ഗ്രൂപ്പീസിനെ പറഞ്ഞാൽ ഞാൻ അതിന്റെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 10 വർഷക്കാലം ബീന രവി കൗൺസിലർ ആയിരുന്നു അല്ലേ? 15. ഒരു അനുഭവം എങ്ങനെയാണ്, ഇനി എങ്ങനെയാണൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാട്? നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടേതായ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടാതെയും കുറേ ആനുകൂല്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങളല്ല, അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ 5 വർഷത്തിൽ നമുക്ക് വളരെ ഖേദകരം തന്നെ എന്ന് പറയാം. ഈ പ്രാവശ്യം ഇറങ്ങി പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഇപ്പോഴും അറവുശാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുകയാണ്. കൂടാതെ നമ്മൾക്ക് വാർഡ് തുറക്കളം മാർക്കറ്റ്, കൂടാതെ വാർഡുകളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടാറിങ് പോലുള്ള ഒരു റോഡ് പോലും, പുതിയ റോഡ് ടാർ ചെയ്യാൻ പറ്റാതിരുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു വീഴ്ച തന്നെയാണ്. നമുക്ക് പ്രതിപക്ഷത്തിന് ഇവിടെ നിന്ന് പറയാനുള്ള, ഞങ്ങൾക്ക് പറയുക എന്നതാണ്, പറയും, നമ്മൾ കിട്ടുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു പോരായ്മ തന്നെയാണ്. നമ്മൾ ഭരണത്തിലുള്ളവർ അതൊക്കെ ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യം തന്നെയാണ്. നമ്മൾ എന്തിനാ ഒരു സീറ്റിലിരിക്കണം, ആ സീറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. നാളെ ആരാ സീറ്റിൽ ഇരുന്നാലും അതിനൊരു ഉത്തരവാദിത്വം കടമകളും ഉണ്ട്. നമ്മൾ 5 വർഷം കൗൺസിലർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതൊരു ലേബിൾ മാത്രം പോരാ. അത് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് ആ സീറ്റിൻ്റെ പവർ. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTVയുടെ ജനകീയ സംവാദം 2025 ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കുന്നംകുളം നഗരസഭ ഭരിച്ചിരുന്ന LDFും ഇനി ഭരണം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പോടെ UDFും
BJPയും രംഗത്ത് വരുമ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരെ കുന്നംകുളം നഗരസഭയെ നയിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, വോട്ടർമാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ജനകീയ സംവാദം പരിപാടിയിൽ പങ്കെടുത്ത് ഈ സംവാദം പൂർണ്ണമായി വിജയപ്രദമാക്കിയ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ബിജു സി ബേബി, BJPയുടെ നേതാവ് KK മുരളി, RMPയുടെ നേതാവ് ബീന രവി എന്നിവരോട് CCTVയുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പരസ്പരം കൈകൊടുത്തുകൊണ്ട് ഇനിയും അംഗത്തിനുള്ള ബാല്യമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ സംവാദം അവസാനിപ്പിക്കാം.